ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന വഴി ഇതാ സെപ്റ്റിൻ്റെ ക്യാമ്പ് ഇപ്പം എന്നും ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുട്ബോൾ ക്യാമ്പും കഴിഞ്ഞ് ആദ്യക്കുട്ടനെയും സഞ്ജയ്ക്കുട്ടനെയും കൂട്ടിയായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. ആദ്യക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ സഞ്ജയ്ക്കുട്ടൻ. അങ്ങനെ സഞ്ജയ്ക്കുട്ടനെ അവിടെ വീട്ടിലിറക്കി കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ കഴുകൽ തുടങ്ങി. ഈ കഴുകൽ പിന്നെ രാത്രി കിടക്കുവോളം നമുക്ക് 10 വട്ടമെങ്കിലും വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ട് അവൽ കഴിക്കാമെന്ന് ചോദിച്ചു. ഇത്തിരി ബദാം ഉണ്ടായിരുന്നു, ഇത്തിരി നിലക്കടല ഉണ്ടായിരുന്നു, അതും ഇട്ടു. അതിലേക്ക് തേങ്ങയും അവിലും പഴവും ശർക്കരയും എല്ലാം കൂടി ഇട്ട് ഞാൻ അടിപൊളിയായിട്ട് കുഴച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. ചെറിയൊരു കളീൻ്റെ ഭാഗമായിട്ട് അത് തട്ടിപ്പോയി. അതിന് ഞാൻ ഒന്ന് ചെറുതായിട്ട് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യക്കുട്ടൻ്റെ മുഖം വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 ആൾക്ക് ഓരോ മുട്ട വീതം പുഴുങ്ങി അങ്ങ് കൊടുത്തു കേട്ടോ. ആദ്യക്കുട്ടനാണെങ്കിൽ ഡെയിലി കോച്ചിങ് ഉണ്ട്, പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി പുറകോട്ടാണ്. അതിൻ്റെ കൂടെ ഇതാ ഒരു സെക്കൻഡ് ഹാൻഡ് വാഷ് ബേസിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മെല്ലെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കൊടു കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. മോനുട്ടനാണെങ്കിൽ ഇവിടെ ലിറ്റിൽ കൈറ്റിൻ്റെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സബ് ജില്ലയിൽ എന്താ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് അവനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ട്രാഫിക് ലൈറ്റോ എന്തൊക്കെയോ എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു, എന്തൊക്കെയോ കണ്ടിരുന്നു. അങ്ങനെ ചേട്ടായി ആദ്യക്കുട്ടനും കൂടി നമ്മൾ വാഷ് ബേസിൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടോ. കുറേ ആയിട്ടോ ഒരു വാഷ് ബേസിൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയാലും എന്താ, കൈ കഴുകിയാൽ മതിയല്ലോ അല്ലേ. അങ്ങനെ ഉദ്ഘാടനം കൂടു തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യക്കുട്ടൻ അതിനകത്തുള്ള അച്ഛൻ്റെ സഞ്ചിയിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കിയിടാൻ കൂടുന്നുണ്ട് കേട്ടോ.